നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എത്ര പരിഭവങ്ങളും സങ്കടങ്ങളും ഉണ്ടെങ്കിലും എന്നെ വിട്ട് തന്റെ മനസ്സിന് ഒരിടത്തേക്കും പോകാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു. ആ ഒരു വിശ്വാസമാ 6 വർഷം എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഇനിയും ഇങ്ങനെ വീണ് കിട്ടുന്ന നിമിഷങ്ങളിലെ സന്തോഷം മതിയെന്നാണോ? എന്നും എപ്പോഴും വിഷ്ണുവേട്ടൻ കൂടെ ഉണ്ടാവണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? സമയം വൈകി, ഞാൻ പോട്ടെ. ഒരു മിനിറ്റ് ഒന്നൊന്ന്. അല്ല, വൈകിട്ട് എങ്ങനെ? കാറ് സ്റ്റെപ്പിനിട്ട് കൊണ്ടുവരുമോ അതോ ഞാൻ തന്നെ വരണോ? അയ്യോ വേണ്ട, കാറ് ശരിയാക്കി രാമേട്ടൻ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കൊള്ളാം. ദയവേത് ഇനിയും ഇങ്ങനെ സഹായിക്കരുത് കേട്ടോ. അത് ശരി. ഒരു ഉപകാരം ചെയ്തതിന് കളക്ടർ ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത്? ഉപകാരം എന്നെ കൊണ്ട് പറയിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ പെൺവർഗം. അയ്യോ സോറി. അല്ലെങ്കിൽ നിങ്ങൾ പെൺവർഗങ്ങൾ ഇങ്ങനെ തന്നെയാ. ഇങ്ങനെ സ്നേഹം മുഴുവൻ അവകാശത്തോടെ പിടിച്ചു വാങ്ങിയിട്ട് ചോദിക്കും എന്തിനാ സ്നേഹിക്കാൻ വന്നേന്ന്. അതുപോലെ കളക്ടറല്ലേ കൃത്യമായിട്ടൊന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോട്ടെന്ന് കരുതി ബൈക്കിൽ കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് കളക്ടറിന്റെ ഓഫീസിന്റെ വാതിലെത്തിയപ്പോ പറയാ ഇതുപോലെയുള്ള സഹായങ്ങൾ ദയവ് ഇത് ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ എല്ലാ ആൺവർഗങ്ങളുടെയും ശാപം അത്. പെണ്ണുങ്ങളുടെ വാക്കും കേട്ട് കഷ്ടപ്പെടാനുള്ളത് മുഴുവൻ കഷ്ടപ്പെടും. ഒടുവിൽ കരിവേപ്പില പോലെ അങ്ങ് മാറ്റിക്കളയും. അല്ലെങ്കിൽ സ്നേഹിക്കാനല്ല ഞങ്ങൾക്ക് അറിയൂ, അഭിനയിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ പോലുള്ള ശുദ്ധഹൃദയമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ വരും. ഓ എന്തായാലും സമ്മതിച്ചു. ഒരു നന്ദി വാക്ക് പോലും ഞാൻ ചോദിക്കുന്നില്ല. അല്ല, ഞാനതൊട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്റെ ഒരു മര്യാദ, അതുകൊണ്ട് ഞാൻ പറയാ. കാരണം ഇനി എന്തെങ്കിലും എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമൊന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. പറഞ്ഞു കഴിഞ്ഞോ? എന്നാലേ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. അതെ, കാറിന്റെ ഒരു ടയറല്ലേ പഞ്ചറാക്കിയുള്ളൂ, അതോ വേറെയും പഞ്ചറാക്കിയിട്ടുണ്ടോ? അല്ല, ഈ ഒരു ടയറല്ലേ പഞ്ചറാക്കിയുള്ളൂ, വേറെയും പഞ്ചറാക്കിയിട്ടുണ്ടോന്ന്? അല്ല, അത് പിന്നെ ഞാനല്ലേ. അല്ല, ഇതുവരെ രാമേട്ടനെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ അത് കണ്ടിരുന്നല്ലേ? വിഷ്ണുട്ടാ, 6 വർഷം മാറി നിന്നെങ്കിലും വിഷ്ണുവേട്ടൻ എന്റെ അടുത്ത് നിന്ന് ഒരിടത്തേക്കും പോയിട്ടില്ല. സങ്കടങ്ങളും പരിഭവങ്ങളും ഈ നെഞ്ചിനകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഒപ്പം നിധി പോലെ ഞാൻ എന്റെ വിഷ്ണുവേട്ടനെയും സൂക്ഷിച്ചിരുന്നു. എനിക്കറിയാം ഈ മനസ്സ്. അതിപ്പോ നല്ലത് ചെയ്താലും ഇനി ഒരല്പം കള്ളത്തരം കാണിച്ചാലും അത് ഞാൻ അറിയുകയും ചെയ്യും. അതിനെ 6th സെൻസ് ഒന്നും വേണ്ട. വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ളതുകൊണ്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.